പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 185 വചനത്തിൻ്റെ തഫ്സീറിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. നമ്മൾ ആ ആയത്തുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിധികളാണ് അവസാനമായി പഠിച്ചു വെച്ചത്. അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ. ഈ ഭാഗമാണ് ഇവിടെ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. വമൻ കാന മരീദൻ, വല്ലവരും രോഗിയായാൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലായാൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നോമ്പൊഴിവാക്കുകയാണ് എങ്കിൽ തത്തുല്യമായ എണ്ണം നോമ്പ് റമദാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ നോറ്റ് വീട്ടണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. നമുക്ക് ഇതിനു മുമ്പത്തെ വചനത്തിൽ ഈ പ്രയോഗങ്ങൾ വന്നതാണ്, അത് നമ്മൾ പഠിച്ചു പോയതാണ്. അയ്യാമം മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന ആയത്ത് പഠിക്കവേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് പോവുകയല്ലാതെ വിഷയങ്ങളും വിധികളും ആവർത്തിച്ച് പറയേണ്ടതില്ല. അവിടെ ഫമൻ കാന മിൻകും മരീദൻ എന്നാണ്, ഇവിടെ വമൻ കാന മരീദൻ എന്നാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ബാക്കിയൊക്കെ ഒരുപോലെ. ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, രോഗിയുമായി ബന്ധപ്പെട്ടുള്ള വിധികൾ മനസ്സിലാക്കി, യാത്രയുമായി ബന്ധപ്പെട്ട വിധികൾ മനസ്സിലാക്കി. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് പ്രയോഗിച്ചതിൻ്റെ പൊരുളുകൾ, ആ പദപ്രയോഗങ്ങളുടെ ആശയങ്ങൾ, അതൊക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു വിഷയം, എന്തുകൊണ്ട് ഈ ഒരു ആവർത്തനം, നേരിയ ഒരു പദപ്രയോഗത്തിലെ വ്യത്യാസം ഒഴിച്ചാൽ ബാക്കിയൊക്കെ ആവർത്തിച്ചു വന്നു. അവിടെ ഫമൻ കാന എന്നാണ്, ഇവിടെ വമൻ കാന എന്നാണ്. പിന്നെ ഇവിടെ മിൻകും എന്നില്ല, അവിടെ മിൻകും എന്ന് വന്നു, ഫമൻ കാന മിൻകും എന്ന്. അപ്പോൾ ഇതൊരു ആവർത്തനം വന്നു, അതിനതിൻ്റേതായ വലിയൊരു ഹിക്മത്ത്, യുക്തിയും പൊരുളുമുണ്ട്. കേവലം ഒരാവർത്തനം അല്ല. എന്താണ് ആ പൊരുൾ? രോഗിയുടെയും യാത്രക്കാരൻ്റെയും ഇളവാണല്ലോ ഇവിടെ വിഷയം. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്ർ ഫല്യസുംഹു, നിങ്ങൾ വിശ്വാസികൾ ഈ റമദാൻ മാസത്തിൽ സന്നിഹിതമാണെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ എന്നാണ്. വിശ്വാസികളെല്ലാവരും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിസ്ന ചെയ്യുകയാണ്. അതിൽ നിന്ന് ചിലരെ അള്ളാഹു ഒഴിവാക്കുകയാണ്, നോമ്പിൻ്റെ നിർബന്ധ വിധിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതാണ് റുഖ്സ. നോമ്പെടുക്കലാണ് അസീമത്ത്, നോമ്പ് ഒഴിവാക്കലാണ് റുഖ്സ, ഇളവ്. ആ ഇളവ് അവിടെ ഒന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് രോഗിക്കും യാത്രക്കാരനും ആ ഇളവ് ഇവിടെ ആവർത്തിക്കപ്പെട്ടു, വീണ്ടും പറയപ്പെട്ടു? അവിടെ നമ്മൾ പഠിച്ചുപോയ ഭാഗമാണ് അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട നാളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ വഅലൽ ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. നമ്മളിവിടെ പഠിച്ചുപോയി, നോമ്പെടുക്കാനും നോമ്പ് ഒഴിവാക്കാനും തഖീർ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകപ്പെട്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. നോമ്പെടുക്കലാണ് ഉത്തമമെങ്കിലും, അൻ തസൂമു ഖൈറുൽ ലക്കും, നോമ്പെടുക്കലാണ് ഉത്തമമെങ്കിലും
നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ടായിരുന്നു. നോമ്പ് ഒഴിവാക്കുന്നവർ ഫിദിയത്തുൻ താം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ അന്നം ഫിദിയയായി നൽകിയാൽ മതി. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുള്ള അവസ്ഥയിലായിരുന്നു ആദ്യം നോമ്പ് നിർബന്ധമാക്കിയത്. ആ വിഷയമാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. അത് നമ്മൾ വിശദമായി പഠിച്ചു പോയതാണ്. നോമ്പിനെ നിയമമാക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു. നമ്മൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് ഇവിടെ കാണിച്ചിരുന്നു. നോമ്പിന് 3 അവസ്ഥകൾ അത് നിയമമാക്കുന്നതിൽ കടന്നു പോയിട്ടുണ്ട്. ആദ്യം ആശൂറ നോമ്പും മാസത്തിലെ 3 നോമ്പുമായിരുന്നു. പിന്നീട് റമദാനിലെ നോമ്പ് നിയമമാക്കി. പക്ഷേ നിയമമാക്കിയപ്പോൾ നോമ്പെടുക്കാനും നോമ്പ് ഒഴിവാക്കാനും സ്വാതന്ത്ര്യമുള്ള രീതിയിലായിരുന്നു നിയമമാക്കിയത്. പക്ഷേ നോമ്പ് ഒഴിവാക്കുന്നവർ പകരം അഗതിക്ക് അന്നം നൽകണം, നോമ്പെടുക്കലാണ് ഉത്തമം എന്ന ബോധനമുള്ളതോടൊപ്പം പിന്നീട് ഈ വിധി നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലമാക്കപ്പെട്ടു. ഇനി തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമല്ല. ഇനി ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, റമദാൻ മാസത്തിൽ സന്നിഹിതനായവൻ, സാക്ഷിയായവൻ, കണ്ടോ അറിഞ്ഞോ മാസപ്പിറവി ദർശിച്ചവൻ ഫല്യസും, അവൻ നോമ്പെടുക്കൽ നിർബന്ധമാണ്. അവൻ നിർബന്ധമായി നോമ്പെടുക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അപ്പോൾ ഈ ആയത്തിൻ്റെ തേട്ടം അത് നസ്ഖ് ചെയ്യപ്പെട്ടു, വിധി ദുർബലപ്പെടുത്തപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും ഈ ആയത്തിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടപ്പോൾ രോഗിക്കും യാത്രക്കാരനും നോമ്പിലുള്ള ഇളവ് അതും ദുർബലപ്പെടുത്തപ്പെട്ടോ? അങ്ങനെ ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ലിഅല്ലാ യതവഹമ അന്ന റുഖ്സത ഐദൻ മൻസൂഖ, രോഗിക്കും യാത്രക്കാരനും പറയപ്പെട്ട റുഖ്സ, നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവ്, അതും ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് ധരിക്കാതിരിക്കാനാണ് ആദർ റുഖ്സതൽ മരീദി വൽ മുസാഫിർ, യാത്രക്കാരനും രോഗിക്കുമുള്ള ഇളവിനെ വീണ്ടും പറയപ്പെട്ടത്. വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഇതാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു മസ്അല. എന്തുകൊണ്ട് ഈ പ്രയോഗം ആവർത്തിക്കപ്പെട്ടു? നോമ്പിൻ്റെ വിഷയത്തിലുള്ള ആദ്യ വിധി ദുർബലപ്പെടുത്തപ്പെട്ടു. എന്നാൽ അവിടെ അനുസ്മരിച്ച രോഗിക്കും യാത്രക്കാരനുമുള്ള ഇളവ് അത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത് അപ്രകാരം തന്നെ നിലനിൽക്കുന്നു. ഇത് അറിയിക്കാനാണ് ഇതിവിടെ ആവർത്തിക്കപ്പെട്ടത്. ഒപ്പം നമ്മളുടെ ദീനിൻ്റെ മഹത്വം മനുഷ്യന് താങ്ങാവുന്നതും മനസ്സിന് ഏൽക്കാവുന്നതും ശാരീരികമായി നിർവഹിക്കാവുന്നതും മാത്രമേ നമ്മുടെ ദീനിൽ ശറഅക്കപ്പെട്ടിട്ടുള്ളൂ. അത് വിശ്വാസത്തിലും ആരാധനകളിലും സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും ദിക്ർ ദുആകളിലും മര്യാദകളിലുമൊക്കെ ദീൻ അനുഷ്ഠിക്കുവാനും ആചരിക്കുവാനും ഒരു അടിയാന്, ഒരു ദാസന് കഴിയും വിധം മാത്രമേ ശറഅക്കപ്പെട്ടിട്ടുള്ളൂ. അവൻ്റെ മനസ്സിനിണങ്ങും വിധം, പ്രകൃതിക്ക് ചേരും വിധം, ശാരീരികമായി നിർവഹിക്കാൻ കഴിയും വിധമാണ് ദീൻ. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നോമ്പിൽ പറയപ്പെട്ടതായ ഈ ഇളവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തുടർത്തി പറഞ്ഞു നോക്കൂ നിങ്ങൾ. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് യുസ്റിനെ ഇഷ്ടപ്പെടുന്നു, ഉദ്ദേശിക്കുന്നു. വലാ യുരീദു ബികുമുൽ ഉസ്ര, അവൻ നിങ്ങൾക്ക് ഉസ്റിനെ ഉദ്ദേശിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ദീനിൻ്റെ ഒരു അടിസ്ഥാനമാണ്. മഖ്സദും മിനൽ മഖാസിദി ശരീഅ, നമ്മുടെ ഈ ദീനിൻ്റെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യവും ഉദ്ദേശവുമാണ് അൽ യുസ്ർ, എളുപ്പം എന്നുള്ളത്. യുസ്ർ എന്നതിൻ്റെ നേരെ വിപരീത പദമാണ് ഉസ്ർ. യുസ്ർ അർത്ഥമാക്കുന്നത് സുഹൂലത്താണ്, എളുപ്പം. തഖ്ഫീഫ്
ലഘൂകരണം, റഫ് ഉൽ ഹറജ് ഞെരുക്കം, പ്രയാസം അത് ഇല്ലാതാവൽ, പോക്കൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു അടിസ്ഥാന ലക്ഷ്യത്തെ പ്രത്യേകം ഇവിടെ ഉണർത്തി. യുരീദുല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ബിക്കും നിങ്ങൾക്ക്. ഇവിടെ ബാ ഉൽ ഇൽസാഖ് എന്ന് പറയും, അല്ലെങ്കിൽ ബാ ഉൽ മുലാസഖ, ലിൽ മുലാസഖ എന്ന് പറയും. നിങ്ങളിലേക്ക് ചേർക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. എന്തിനെ ചേർക്കുവാൻ? അൽ യുസ്ര, എളുപ്പത്തെ. ഇവിടെ യുരീദു എന്നത് അള്ളാഹുവിൻ്റെ ഇറാദത്തിനെയാണ് അറിയിക്കുന്നത്. യുരീദുല്ലാഹു, അള്ളാഹുവിൻ്റെ ഇറാദത്ത്, അത് രണ്ടുണ്ട്. ഒന്ന് അൽ കൗനിയ, മറ്റൊന്ന് അശ്ശറഇയ്യ. അൽ ഇറാദത്തുൽ കൗനിയ, അൽ ഇറാദത്തു ശറഇയ്യ. പ്രാപഞ്ചികമായുള്ള അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പര്യായമാണ് അൽ മശീഅ എന്ന് പറയും. അത് പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇറാദത്താണ്, ഉദ്ദേശമാണ്. അൽ മശീഅത്താണ് ഉദ്ദേശം, അത് സംഭവിച്ചിരിക്കും. എന്നാൽ അൽ ഇറാദത്തു ശറഇയ്യ, ശറഇയായ അള്ളാഹുവിൻ്റെ ഇറാദത്ത്, അത് അൽ മഹബ്ബ എന്നാണ് അതിന് പറയുക, അതിൻ്റെ പര്യായമായിട്ട്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഇഷ്ടം. അൽ ഇറാദത്തുൽ കൗനിയ, പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ഇറാദത്ത്, ഉദ്ദേശം, അൽ മശീഅത്ത്, അത് സംഭവിച്ചിരിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്നതായാലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതായാലും അത് സംഭവിച്ചിരിക്കും. എന്നാൽ അൽ ഇറാദ ശറഇയ്യ, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യുരീദുല്ലാഹു ബിക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നു, അൽ യുസ്ര, യുസ്റിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് അവിടെ അർത്ഥം. കാരണം എന്താണ്? ശറഇയായ അള്ളാഹുവിൻ്റെ ഇറാദത്താണ്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഷയമാണ്. അത് സംഭവിച്ചു കൊള്ളണം എന്നില്ല. എന്നാൽ ഇറാദൽ കൗനിയ, അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതാകാം, പെടുന്നതാകാം, ഇഷ്ടപ്പെടാത്തതാകാം. പക്ഷെ അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അപ്പോൾ യുരീദുല്ലാഹു ബിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അൽ യുസ്ര, യുസ്റിനെ, സുഹൂലത്ത്, എളുപ്പത്തെ, തഖ്ഫീഫ്, ലഘൂകരണത്തെ, റഫുൽ ഹറജ്, പ്രയാസം, അത് നീങ്ങുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വല യുരീദു ബിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, അൽ ഉസ്ര, ഞെരുക്കത്തെ, ക്ലേശത്തെ, അൽ മശഖത്ത്, അൽ ഹറജ്, പ്രയാസത്തെ അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ നോമ്പെടുക്കുന്നതിൽ ഇളവ് നിശ്ചയിച്ചത്. യാത്രയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ നോമ്പെടുക്കുന്നതിൽ ഇളവ് നിശ്ചയിച്ചത്. എന്നിട്ട് ഫഇദത്തും മിൻ അയ്യാമിൻ ഉഖർ, റമദാനിൽ എത്ര നോമ്പാണോ രോഗം കാരണത്താൽ നഷ്ടമായത്, അല്ലെങ്കിൽ യാത്രയായതിനാൽ നഷ്ടമായത്, തത്തുല്യ എണ്ണം അത് മറ്റു നാളുകളിൽ നോറ്റ് വീട്ടിയാൽ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത്, നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല ആവിഷ്കരിച്ചത്. ഇവിടെ ഈ ഒരു വചനം യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, യുസ്റിനെ നിങ്ങളിലേക്ക് ചേർക്കുവാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇവിടെ ബ എന്നുള്ളത് ഞാൻ പറഞ്ഞു, ബ ലിൽ ഇൽസാഖ് എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെയും ബ, അതുകൊണ്ടാണ് ചേർക്കുവാൻ എന്ന് പറയുന്നത്. യുസ്റിനെ നിങ്ങളിലേക്ക് ചേർക്കുവാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ഉസ്റിനെ നിങ്ങളിലേക്ക് ചേർക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു ഭാഗം ഇത് നമ്മുടെ ദീനിൻ്റെ വലിയൊരു അടിസ്ഥാനവും
ഉദ്ദേശ ലക്ഷ്യവുമാണ്. വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകൾ. ഒന്ന് സൂറത്തുൽ ബഖറയിലെ നമ്മുടെ ഈ ആയത്ത്, മറ്റൊന്ന് യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫ. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, നിങ്ങൾക്ക് തഖ്ഫീഫ്, ലഘൂകരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ നിസായിലെ വചനം. ഇതുപോലെ സൂറത്തുൽ ഹജ്ജിൽ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, വമാ ജഅല അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല, ഫിദ്ദീൻ, ഈ ഇസ്ലാം ദീനിൽ, മിൻ ഹറജിൻ, യാതൊരു ഹറജും, ഞെരുക്കവും പ്രയാസവും. ഈ 3 ആയത്തുകൾ, ഇതാണ് നമ്മുടെ ദീൻ നമുക്ക് അനുഷ്ഠിക്കാൻ നമ്മുടെ കഴിവിൽ പെട്ടതാണ്. നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നതും നമ്മുടെ പ്രകൃതിക്ക് ചേരുന്നതും ശാരീരികമായി നിർവഹിക്കുവാൻ ഒരു മുക്കല്ലഫ്, വിധി ബാധകമായ ഒരു ദാസന് കഴിയും വിധം ഉള്ളതുമാണ് എന്നതിൻ്റെ അടിസ്ഥാനം, പ്രമാണം ഈ 3 വചനങ്ങളാണ്. അതിൽ നമ്മുടെ ഈ വചനം ഏറ്റവും പ്രഥമമായി വർത്തിക്കുന്നു എന്നുള്ളതാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അൽ മശഖ്ഖതു തജ്ലിബു തൈസീർ. ക്ലേശം അത് തൈസീറിനെ, യുസ്റിനെ കൊണ്ടുവരും എന്നാണ് തത്വം. അത് നമ്മുടെ ദീനിൽ ഒരു അൽ ഖാഇദ അൽ കുല്ലിയ എന്ന് പറയും. ഒരു പൊതുവിലുള്ള മൊത്തത്തിലുള്ള ഒരു വലിയ തത്വം. ഈ തത്വം, അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഈ വചനാണ്. അദ്ദറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്. നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദിക്കും എന്ന മറ്റൊരു അടിസ്ഥാന തത്വമുണ്ട്, അൽ ഖാഇദത്തുൽ കുല്ലിയ. അതിൻ്റെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത് നമ്മുടെ ഈ വചനമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഈ വചനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൊണ്ടുവന്നത് അതിൻ്റെ ഒരു ഉദാഹരണം അനുസ്മരിച്ചുകൊണ്ടാണ്. രോഗിയുടെ നോമ്പ്, യാത്രക്കാരൻ്റെ നോമ്പ്. രോഗിക്ക് നോമ്പിൽ റുഖ്സയുണ്ട്, ഇളവുണ്ട്. യാത്രക്കാരന് നോമ്പിൽ ഇളവുണ്ട്. ഇത് ഉണർത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദീനിൻ്റെ ഈ ഒരു അടിസ്ഥാനത്തെ, ഉദ്ദേശ ലക്ഷ്യത്തെ ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വചനം നമ്മൾ പഠിച്ചു പോകുമ്പോൾ പഠിക്കേണ്ട ഒരു അനിവാര്യതയാണ്. നമ്മുടെ ദീൻ നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ദീൻ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ, നമ്മുടെ ദീൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മുടെ ദീൻ അത് നമ്മൾ തഅല്ലും പഠിക്കുമ്പോൾ, അതുകൊണ്ട് നമ്മൾ അമലെടുക്കുമ്പോൾ, അത് നമ്മൾ തഅലീം പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ദഅവത്ത് നടത്തുമ്പോൾ നമ്മൾ അറിയേണ്ട അടിസ്ഥാനമാണ് നമ്മുടെ ദീൻ യുസ്ർ, എളുപ്പമാണ് എന്ന വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധകന്മാരായി, ദീൻ പ്രചാരകരായി നിയോഗിക്കുന്നവരോടൊക്കെ പറഞ്ഞൊരു വിഷയമാണത്. യസ്സിറ വലാ തുഅസ്സിറ, യസ്സിറു വലാ തുഅസ്സിറു എന്നുള്ള വിഷയം. ഇത് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ദൂതന്മാരെ നിയോഗിച്ചിരുന്നത്. ധാരാളം ഹദീസുകളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ദീൻ പഠിക്കുമ്പോഴും പ്രാവർത്തികമാക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ദീനിൻ്റെ ഈ ഒരു അടിസ്ഥാന സ്വഭാവം അതറിയൽ അത്യന്താപേക്ഷിതമാണ്. അൽ യുസ്ർ അർത്ഥമാക്കുന്നത് സുഹൂലത്ത്, എളുപ്പത്തെയാണ്, ലഘൂകരണത്തെയാണ്, സരളതയെയാണ്. ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടത്. അനുഷ്ഠിക്കുവാൻ എളുപ്പവും തരപ്പെട്ടതുമായ ആദർശവുമായിട്ടാണ് എന്നുള്ളതാണ്. വിശുദ്ധ വചനങ്ങൾ നമ്മളിവിടെ 3 കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദദ്ദീന യുസ്റുൻ, തീർച്ചയായും ഈ ദീൻ യുസ്റാകുന്നു, എളുപ്പമാകുന്നു. വലൻ യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ഈ ദീനിനെ ആരെങ്കിലും
തീവ്രമാക്കാൻ ശ്രമിച്ചാൽ, കടുകട്ടിയുള്ളതാക്കാൻ ശ്രമിച്ചാൽ ദീൻ ആ ശ്രമിച്ചവനെ പരാജയപ്പെടുത്തും, തോൽപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യസ്സിറു ബഷീറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം, നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇന്നകും ലൻ തനാലു ഹാദൽ അംറ ബിൽ മുഗാലബ വഖൈറു ദീനിക്കും അൽ യസറതു എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഈ ദീൻ തീവ്രതയിലൂടെ നേടാൻ കൊള്ളാൻ ഒരിക്കലും സാധ്യമല്ല. നിങ്ങളുടെ ദീൻ ഉത്തമമാണ്, അതേറ്റവും എളുപ്പമാണ്. ഈ ദീനിൽ ഏറ്റവും ഉത്തമമായത് അത് യസറത്താണ് എന്ന് പറഞ്ഞാൽ ദീൻ ഏറ്റവും എളുപ്പമാണ് എന്ന ആശയത്തെ ദ്യോതിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രയോഗിച്ചത് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു സംഭവം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. മിഹ്ജൻ ഇബ്നുൽ അദ്റ സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കൈ പിടിച്ചു. ഫദഖലൽ മസ്ജിദ്, എന്നിട്ട് അദ്ദേഹത്തെയും കൊണ്ട് റസൂൽ മസ്ജിദിൽ പ്രവേശിച്ചു. അപ്പോൾ മസ്ജിദിൽ ഒരു വ്യക്തി വൈദാ ഹുവ ബിറജുലിൻ യുസല്ലി, നിസ്കരിക്കുന്നത് കാണുന്നു. വയസ്ജുദു വയർക്ക, അദ്ദേഹം സുജൂദ് ചെയ്യുന്നു, റുക്കൂ ചെയ്യുന്നു, എന്നാൽ നിസ്കാരം തുടർത്തുന്നു. ഈ മിഹ്ജൻ ഇബ്നുൽ അദ്റ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തിരുദൂതർ എന്നോട് ചോദിച്ചു, മൻ ഹാദ, ഈ നിസ്കരിക്കുന്ന വ്യക്തി ആരാണ്? അപ്പോൾ മിഹ്ജൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ ഫുലാൻ, ഇത് ഇന്ന വ്യക്തിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്ജനോട്, അതഖൂലുഹു സാദിഖൻ, താങ്കൾ സത്യസന്ധമായാണോ ഇത് പറയുന്നത്? അപ്പോൾ ഫഅസ്നൈതു അലൈഹി ഖൈറ എന്നാണ്, ആ നിസ്കരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ ധാരാളം വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ ഹാദാ മിൻ അക്സരി അഹ്ലിൽ മദീനത്തി സലാത്തൻ, തിരുദൂതരെ, ഈ നിസ്കരിക്കുന്ന മനുഷ്യൻ മദീന നിവാസികളിൽ ഏറ്റവും കൂടുതൽ നിസ്കാരം നിർവഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ മിഹ്ജൻ ഇബ്നുൽ അദ്റ ആ വ്യക്തിയുടെ വിഷയത്തിൽ ഇങ്ങനെ ശബ്ദമുയർത്തി വാചാലമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, ഉസ്കുത്ത് ലാ തുസ്മിഉഹു ഫതുഹ്ലികഹു, താങ്കൾ മൗനം ഭജിക്കൂ, താങ്കൾ പറയുന്ന അദ്ദേഹത്തെ കേൾപ്പിക്കരുത്, കാരണം അത് അദ്ദേഹത്തിന് നാശകാരണമായേക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിൽ പ്രവേശിച്ച് പിന്നെ മസ്ജിദിൽ നിന്ന് തൻ്റെ ഹുജറയിലേക്ക്, വീടിൻ്റെ ഹുജറയിലേക്ക് ഇദ്ദേഹത്തെയും കൊണ്ട് ചെന്നു. അപ്പോൾ റസൂലുള്ള കൈ പിടിച്ചിട്ടാണുള്ളത്. മിഹ്ജൻ ഇബ്നുൽ അദ്റഇൻ്റെ കൈ പിടിച്ചാണ് തൻ്റെ ഹുജറയിലേക്ക്, വീട്ടിലേക്ക് കയറുന്നത്. മിഹ്ജൻ പറയുകയാണ്, വീട്ടിൽ കയറിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഫദ യദഹു മിയദി, കൈ ഊരി, എൻ്റെ കൈ സ്വതന്ത്രമാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്, എന്താ പറഞ്ഞത്, അതാണ് നമ്മുടെ വിഷയം. ഇന്ന ഖൈറ ദീനിക്കും ഐസറുഹു, ഇന്ന ഖൈറ ദീനിക്കും ഐസറുഹു, നിങ്ങളുടെ ദീനിൽ അതിൽ ഏറ്റവും ഉത്തമമായത്, അതിലേറ്റവും എളുപ്പമായത്, നിങ്ങളുടെ ദീനിൽ ഏറ്റവും ഉത്തമമായത്, അതിലെളുപ്പമായത് എന്ന് പറഞ്ഞാൽ ദീൻ ഏറ്റവും എളുപ്പമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. ചില നിവേദനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. എന്ത്? ഇന്നല്ലാഹ റദിയ ലിഹാദിഹിൽ ഉമ്മത്തിൽ യുസ്ർ വകരിഹ ലഹൽ ഉസ്ർ, ഇത് 3 തവണ ആവർത്തിച്ചു എന്നാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, റദിയ ലിഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അൽ യുസ്ർ, എളുപ്പം, വകരിഹ ലഹ, ഈ ഉമ്മത്തിന് അല്ലാഹു വെറുത്തിരിക്കുന്നു, അൽ ഉസ്ർ, ഞെരുക്കം എന്നാണ്. ഇത് ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. ഇവിടെ വേണ്ട, യുരീദുല്ലാഹു ബിക്കും, ബിക്കും എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത്, വിശ്വാസികൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യുരീദു എന്ന് പറഞ്ഞാൽ യുഹിബ്ബു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇഷ്ടപ്പെടുന്നു, അൽ യുസ്ർ, അതേ പ്രയോഗമാണ്. ഇന്നല്ലാഹ റദിയ ലിഹാദിഹിൽ ഉമ്മത്തിൽ യുസ്ർ, ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല യുസ്റിനെ ഇഷ്ടപ്പെടുന്നു, വകരിഹ ലഹ അൽ ഉസ്ർ വല യുരീദു ബിക്കുമുൽ ഉസ്ർ, അതേ അർത്ഥത്തിൽ 3 തവണ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. ചില നിവേദനങ്ങളിൽ ഇന്നല്ലാഹ ഇന്നമ അറാദ ബിഹാദിഹിൽ ഉമ്മത്തിൽ യുസ്ർ വലം യുരിദ് ബിഹൽ ഉസ്ർ എന്ന് പറഞ്ഞു എന്നാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം, ഈ ഒരു വിഷയം നമ്മൾ പ്രത്യേകം വായിക്കേണ്ട
ഒരു മസ്അലയാണ്. കാരണം ഈ വചനമാണ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ എന്ന വചനമാണ് ദീൻ എളുപ്പമാണ് എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം, ആധികാരിക പ്രമാണം. ഇതറിയിക്കുന്നത് നമ്മുടെ ദീൻ നിയമമാക്കിയതിൽ, നിശ്ചയിച്ചതിൽ നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങാത്തതോ മനസ്സിന് ചേരാത്തതോ ശരീരത്തിന് താങ്ങാനാവാത്തതോ ഇല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയതിൽ, നിശ്ചയിച്ചതിൽ എത്രമാത്രമാണോ നിർവഹിക്കാൻ ആവതുള്ളത്, കഴിവിൻപടി സാധ്യമായത് അത്രമാത്രം നിർവഹിക്കുക എന്നുള്ളതാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു നഫ്സിനും അതിന് താങ്ങാനാവാത്തത് അള്ളാഹു ബാധകമാക്കുകയില്ല എന്നുള്ളത് ആവർത്തിച്ച് അറിയിക്കപ്പെട്ട വിഷയമാണ്. പൂർവ്വകാലത്ത് നിശ്ചയിക്കപ്പെട്ട ചില ശറഉകൾ ഇവിടെ പ്രത്യേകം നമ്മൾ വായിക്കേണ്ടതുണ്ട്. ചില സമുദായങ്ങളിൽ തൗബ എങ്ങനെയായിരുന്നു? തെറ്റ് ചെയ്താൽ അനി ഖുതുലു അൻഫുസക്കും, സ്വന്തത്തെ കൊല്ലലായിരുന്നു. തെറ്റ് ചെയ്താൽ പ്രായശ്ചിത്തം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ വിധി. അങ്ങനെ ഒരു വിധി ഈ ശരീഅത്തിൽ, ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗം, അവസാന ഭാഗം അടുത്ത എപ്പിസോഡിൽ ഏതാനും വിധികളും ചരിത്രങ്ങളുമായി തുടർന്ന് പഠിക്കാൻ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.